സിംഹമും മൂന്ന് വിഡ്ഢികളും. സീതാപുരം എന്ന് പറയുന്ന ഗ്രാമത്തിൽ മിത്രൻ, വരുണൻ, അഗ്നി, കാലൻ എന്ന 4 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇവരിൽ മിത്രൻ, വരുണൻ, അഗ്നി ഇവരെല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചവരാണ്. അതുകൊണ്ട് തങ്ങൾക്ക് എല്ലാം അറിയാമെന്നുള്ള അഹങ്കാരം ഇവർക്ക് 3 പേർക്കും ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ കാലന് മാത്രം ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവനെ വിട്ട് മറ്റുള്ള 3 സുഹൃത്തുക്കളും ബുദ്ധിയില്ലാത്തവൻ, വിഡ്ഢി എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ അവനെ കളിയാക്കി അപമാനിച്ചുകൊണ്ടിരുന്നു. പഠിക്കാത്ത വിഡ്ഢിയും അനങ്ങാത്ത കാളയും ഒന്നിനും പ്രയോജനപ്പെടില്ലെന്ന് കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ കൊണ്ടും ഒരു പ്രയോജനവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവനെ വല്ലാതെ കളിയാക്കി. പക്ഷേ തന്റെ സുഹൃത്തുക്കൾ തന്നെ എത്ര വട്ടം കളിയാക്കിയിട്ടും അവരോടുള്ള സ്നേഹം ഒട്ടും കുറയ്ക്കാതെ കാലൻ അവരെ സംരക്ഷിച്ചു. എന്തൊക്കെ തന്നെ കാലന് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിൽ നല്ല വിവരമുണ്ടായിരുന്നു. കൃത്യസമയത്ത് കൃത്യമായ തീരുമാനമെടുക്കാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു. ഇങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം മിത്രനും, വരുണനും, അഗ്നിയും തങ്ങളുടെ ദേശത്തെ രാജകൊട്ടാരത്തിലേക്ക് ചെന്ന് തങ്ങളുടെ സാമർത്ഥ്യം കാണിച്ച് പണം സമ്പാദിക്കാൻ തീരുമാനിച്ചു. ഇത് മനസ്സിലാക്കിയ കാലൻ അവരോടൊപ്പം താനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിനവര് 3 പേരും സമ്മതിച്ചില്ല. നീ ഞങ്ങളെപ്പോലെ നന്നായി പഠിച്ചവനല്ല. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളോടൊപ്പം വന്ന് നീ എന്തു ചെയ്യും? നിന്നെ പോലെ പഠിക്കാത്ത വിഡ്ഢി ഞങ്ങളുടെ സുഹൃത്താണെന്നറിഞ്ഞാൽ ഞങ്ങളെയും അവർ അപമാനിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അതിന് കാലൻ, സ്നേഹിതന്മാരെ, ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്നെ നിങ്ങളുടെ സുഹൃത്താണെന്ന് പറയാൻ നാണക്കേടുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ നിങ്ങളുടെ ജോലിക്കാരനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ മതി. ഇത്രയും കാലം ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് അവരോട് പറഞ്ഞു. ശരി, ഇവൻ പറയുന്നതും ശരി തന്നെയാണ്. എന്തൊക്കെ തന്നെ പഠിക്കാത്തവനാണെങ്കിലും ഇത്രയും കാലം നമ്മളോടൊപ്പമല്ലേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ സൗഹൃദത്തിന് വേണ്ടിയെങ്കിലും ഇവനെ നമ്മോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകാം. അതുകൊണ്ട് എല്ലാവരും സമ്മതിച്ചു. അടുത്ത ദിവസം തന്നെ അവർ തീരുമാനിച്ചതുപോലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് 4 പേരും പ്രയാണം തുടങ്ങി. അങ്ങനെ പോകുന്ന സമയത്ത് അവരൊരു കാട്ടുവഴിയിലേക്ക് എത്തി. കാടിന് നടുവിൽ കുറെ എല്ലിന്റെ കൂട്ടം കുവിഞ്ഞു കിടക്കുന്നത് കണ്ടു. അത് കണ്ട മിത്രൻ, ഈ എല്ലിൻ കൂട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഉറപ്പായും ഒരു സിംഹത്തിന്റേതാണെന്ന്. ഈ സിംഹത്തിന് ജീവൻ നൽകി നമ്മുടെ കഴിവ് നമ്മളോടൊപ്പമുള്ള ഈ കാലന് കാണിച്ചു കൊടുക്കണം. നിങ്ങളെല്ലാവരും എന്തു പറയുന്നു? തന്റെ ശക്തി ഉപയോഗിച്ച് ചിതറിക്കിടന്ന എല്ലിൻ കൂട്ടങ്ങൾ ഒരുമിച്ച് ചേർത്ത് അതിനൊരു രൂപവും നൽകി. അതിനുശേഷം വരുണൻ, എന്റെ കഴിവ് ഉപയോഗിച്ച് ഇതിന് രക്തവും മാംസവും നൽകാൻ സാധിക്കും എന്നും പറഞ്ഞതിന് രക്തവും മാംസവും നൽകി. പക്ഷേ അതുവരെ അതിന് ജീവൻ മാത്രം കിട്ടിയിരുന്നില്ല. നിങ്ങൾക്ക് 2 പേർക്കും രൂപം നൽകാൻ മാത്രമേ സാധിക്കൂ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്നറിയോ? ജീവൻ നൽകാൻ പോകുന്നു. നിങ്ങളുടെ സൃഷ്ടി ഞാൻ പൂർത്തീകരിക്കാൻ പോകുന്നു എന്ന് ഗർവത്തോടെ പറഞ്ഞ് മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കാലൻ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെന്താ ബുദ്ധി മന്നിച്ചു പോയോ? സിംഹത്തിനെന്തിനാണ് ജീവൻ നൽകുന്നത്? ഇതിന് ജീവൻ കിട്ടിയാൽ നമ്മുടെ മേൽ പാഞ്ഞ് ആക്രമിച്ച് കൊന്നു തിന്നുകളയും. നിങ്ങളുടെ സാമർത്ഥ്യമൊക്കെ മാറ്റിവെച്ചിട്ട് ഒന്ന് നന്നായി ആലോചിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട 3 പേർക്കും കാലനോട് ദേഷ്യം തോന്നി. എഴുതാനും വായിക്കാനും പോലും അറിയാത്ത നീ ഞങ്ങളെ ഉപദേശിക്കുന്നോ? സുഹൃത്തായി പോയില്ലേ, കൂടെ വന്നോട്ടെ എന്ന് കരുതി സഹായിച്ചപ്പോൾ നീ ഞങ്ങളെ തന്നെ പഠിപ്പിക്കാൻ തീരുമാനിച്ചോ? ജീവനറ്റ സിംഹത്തിന് ജീവൻ നൽകാൻ അറിയാവുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ അറിയില്ലേ? നീ ഒരു പമ്പര വിഡ്ഢിയായി പോയല്ലോ. ഇനി ഞങ്ങളെ ഉപദേശിക്കാനുള്ള തീരുമാനമുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞയക്കും എന്ന് ഭീഷണിപ്പെടുത്തി അഗ്നി. ഇവര് 3 പേരും താൻ പറയുന്നത് കേൾക്കില്ലെന്ന് മനസ്സിലാക്കിയ കാലൻ, ഇവരുടെ വിധി ഇതാണെങ്കിൽ എനിക്കെങ്ങനെ മാറ്റാൻ സാധിക്കും? അവരവർ ചെയ്യുന്ന കർമ്മഫലം അവരവരനുഭവിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് അടുത്തുള്ള മരത്തിനു മുകളിലേക്ക് വേഗം കയറി. പേടിച്ച് മരത്തിനു മുകളിലേക്ക് കയറിയ തന്റെ മിത്രത്തെ കണ്ട് 3 പേരും ചിരിച്ചു. അവസാനം അഗ്നി തന്റെ ശക്തി ഉപയോഗിച്ച് ചത്തുപോയ സിംഹത്തിന് ജീവൻ നൽകി. വരാനിരിക്കുന്ന ആപത്ത് മനസ്സിലാക്കാതെ 3 പേരും തങ്ങളുടെ കഴിവ് കാണിച്ച് സ്വയം അഹങ്കരിക്കാൻ തുടങ്ങി. അവരോളം സാമർത്ഥ്യം ഈ നാട്ടിൽ ആർക്കുമില്ലെന്ന് തീരുമാനിച്ചു. അതേ സമയത്ത് ചത്തുപോയ സിംഹം പെട്ടെന്ന് കണ്ണു തുറന്ന് തന്റെ മുൻപിലുണ്ടായിരുന്ന 3 പേരെയും ഒട്ടും കരുണ കാണിക്കാതെ കൊന്നു തിന്നു. 3 പേരും മരിച്ചുപോയി. സിംഹം അവിടുന്ന് പോയതിനു ശേഷം തന്റെ വിഡ്ഢിത്തം കാരണം മരിച്ചുപോയ 3 പേരെയും കണ്ട് വല്ലാതെ വിഷമിച്ചു കാലൻ. അതിനുശേഷം അവൻ സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. Hi kids! Hope you liked the video. Subscribe for more videos. Visit us in Facebook and Twitter. Thank you. Bye bye.